നമ്മളെ ചപ്പാത്തിക്കും കുബൂസിനും ഒക്കെ പറ്റി നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് ആട്ടാ ഇത്. നമ്മൾ ഇന്നാളൊരു ഇറാനിയൻ ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ആ ഒരു വകഭേദം എന്നൊക്കെ പറയാൻ പറ്റും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പാനിലോട്ട് നമുക്ക് ഓയിലും പട്ടൂട്ട് ചൂടാക്കാം. അതിനകത്തേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് 2 സവാള ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതാക്കി അരിഞ്ഞ ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് തക്കാളി നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം കേട്ടോ. ഇനി പൊടികളായിട്ടേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴേ ഒരു ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഈ സമയത്താട്ടെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നു കിട്ടുന്നല്ല. ഇനി ഒരു പാത്രത്തിലോട്ടെ നമുക്ക് 3 കോഴിമുട്ട, കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും, ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുട്ടൻ്റെ മിക്സ് ചെയ്ത് നമ്മളുടെ ആ ഒരു മസാലേൻ്റെ മേലേക്ക് നമുക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മുടെ മുട്ട വേവിച്ചെടുക്കാനായിട്ട്. ഒരു 7, 8, 10 മിനിറ്റ് ഒക്കെ മതിയാവട്ടെ നമ്മുടെ ഈ ഒരു മുട്ട വെന്ത് കിട്ടാനായിട്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണട്ടെ വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു താഴ്ത്ത് കൊടുത്തിരിക്കുന്ന മസാല കരിഞ്ഞു പോകും വേഗം. ഇതോടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ കുബൂസ് കൂട്ടിയിട്ടാണ് തട്ടിയിരിക്കുന്നത്. ശരിക്കും നമ്മളിത് കഴിക്കുന്ന സമയത്തെ നമ്മൾ ആ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ എടുത്ത് കഴിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ ഇറാനിയൻ ഓംലെറ്റ് ഉണ്ടാക്കിയ സമയത്തെ ഇതേപോലെ പാത്രത്തിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചിലവർ വന്ന് ചോദിച്ചായിരുന്നു, അത് ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ എന്ന്. അല്ലട്ടാ, ശരി.